ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഓർമ്മത്തുരുത്ത് ഒരുക്കുന്നു. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടും പരിസരവും ശുചീകരണ പ്രവൃത്തിയും ഒരു തൈ നടാം പദ്ധതിയുടെ ഭാഗമായി ഭരണസമിതിയുടെ ഓർമ്മത്തുരുത്ത് നിർമ്മാണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി പ്രസിഡന്റ് PV വത്സല ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ഗവൺമെന്റ് പരിസ്ഥിതിക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ആണ് മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തത്. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളായി എല്ലാ പ്രദേശവും മാറുകയാണ്. അപ്പോൾ ജനസാന്ദ്രത കൂടുമ്പോൾ അതിനനുസരിച്ച് വീടുകളും മറ്റുമെല്ലാം ഇപ്പോൾ കേരളത്തിൽ ധാരാളം വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും മരങ്ങൾ എല്ലാം ഇല്ലാത്ത ഒരവസ്ഥ, അതൊക്കെ വെട്ടിമാറ്റി നമ്മൾ വീടുകളും മറ്റും എല്ലാം ഉണ്ടാക്കുമ്പോൾ മരങ്ങളില്ലാത്ത അവസ്ഥയും ഒരു ഭാഗത്ത് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തെ മാറ്റി നിർത്തുന്നതിനു വേണ്ടിയും നമുക്കാവശ്യമുള്ളത്രയും ഓക്സിജനും മറ്റും ലഭിക്കുന്നതിനു വേണ്ടിയും നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ് കാണുന്നത്. ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് KP രമേശൻ, P പങ്കജാക്ഷി, ലിസി ഏലിയാസ്, AC പൗലോസ്, നസീറ KP, MV ദീപു, A വത്സല എന്നിവരും ഓർമ്മ മരം നട്ടുകൊണ്ട് ചടങ്ങിൽ പങ്കാളികളായി. 14 ഫലവൃക്ഷ തൈകളാണ് ഓർമ്മത്തുരുത്തിൽ നട്ടുപിടിപ്പിച്ചത്. ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ സുസ്ഥിരതയും സമ്പൂർണതയും കൈവരിക്കുന്നതിനായി ജൂലൈ മാസം 19 മുതൽ എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച പൊതു ഇട ജനകീയ ശുചീകരണം നടത്തുന്നതിൻ്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് വിവിധ സ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഓഫീസ് കോമ്പൗണ്ട് ശുചീകരണം നടത്തിയത്. പൊതു ഇടങ്ങൾ വൃത്തിയായും സൗന്ദര്യാത്മകമായും സംരക്ഷിക്കുക എന്നത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അറിയിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും മുഴുവൻ ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ അരുൾ P, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ KM സോമൻ എന്നിവരും സംബന്ധിച്ചു. ശുചിത്വ ചാർജ് ഓഫീസർ ഗണേശൻ MV ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംപിയറാണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.